ഹായ്. മനുഷ്യ മനസ്സ് ഒരാൾക്കും തൊടാനോ കാണാനോ കഴിയാത്തതും ചില സമയത്ത് കിൻഡൽ കണക്കിന് ഭാരമുള്ളതും മറ്റു ചില സമയത്ത് തൂവൽ പോലെ ഭാരമില്ലാത്തതുമായ ഒന്നാണ്. മനുഷ്യരായ നമുക്ക് ഏറ്റവും വേണ്ട സുപ്രധാന ഘടകങ്ങളിലൊന്നാണ് മെൻ്റൽ സ്ട്രെങ്ത് അഥവാ മനോബലം. നിങ്ങൾക്ക് സാമ്പത്തികമായി അല്ലെങ്കിൽ ശാരീരികമായി മാനസികമായി അതുമല്ലെങ്കിൽ സാമൂഹികമായി ഒരു പ്രശ്നം വരുമ്പോൾ ഭയം കൂടാതെ ടെൻഷൻ കൂടാതെ അതിനെ നേരിടാനുള്ള മനസ്സിൻ്റെ ഉറപ്പിനെയാണ് ശക്തിയെയാണ് മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മെൻ്റലി സ്ട്രെങ്ത് അല്ലാത്ത ഒരാൾക്ക് ഈ ലോകത്ത് പ്രശ്നങ്ങൾ ലഘൂകരിച്ച് തൻ്റെ ജീവിതമോ ബിസിനസ്സോ എന്തുമാവട്ടെ അത് മുന്നോട്ട് കൊണ്ടുപോകൽ വളരെ പ്രയാസമേറിയ ഒന്നാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുക എന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. മനസ്സ് ഏറ്റവും വലിയ ശക്തിയാണ്. അതിനെ നിയന്ത്രിക്കുക എന്നത് നമ്മുടെ കടമയിൽപ്പെട്ട ഒന്നാണ്. മനസ്സ് ഒരു വഴങ്ങുന്ന കണ്ണടയാണ്. അതിനെ നമുക്ക് കാണേണ്ട വിധം മെച്ചപ്പെട്ട ലോകം കാണാൻ അതിനെ നാം ക്രമീകരിച്ചെടുക്കണം. എന്നിരുന്നാലും ചില പ്രശ്നങ്ങൾ നിങ്ങൾ എത്ര തന്നെ മനസ്സ് നിയന്ത്രിച്ചാലും നിയന്ത്രണം കിട്ടാതെ വരും. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളൊന്ന് പൊട്ടിക്കരയുക. ഒരുപാട് ആശ്വാസം കിട്ടും. ശേഷം മുഖം തണുത്ത വെള്ളത്തിൽ കഴുകി ഒരിടത്ത് സമാധാനമായി ഇരുന്ന് കണ്ണുകൾ അടച്ച് ശ്വാസം ഉള്ളിലേക്കെടുക്കുക. എടുക്കുന്നത് മൂക്കിലൂടെ ആയിരിക്കണം. വളരെ സാവധാനത്തിൽ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടുക. വളരെ സാവധാനം. നിങ്ങളുടെ പ്രശ്നത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പിന്നെ വളരെ നിറത്തോടെ കളർഫുള്ളായി കൊണ്ടുവരണം. പിന്നീട് അതിന് നിറം മങ്ങിപ്പോകുന്നതായി സങ്കല്പിക്കുക. മനസ്സിൽ നിന്നും ആ പ്രശ്നം കളർ മങ്ങി പതിയെ ഇല്ലാതായി തീരുന്നത് വരെ നിങ്ങൾ അങ്ങനെ തുടരുക. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരാശ്വാസം കിട്ടുന്നില്ലേ? നിങ്ങളൊന്ന് ഓർക്കുക, എല്ലാവരുടെയും എല്ലാ പ്രശ്നത്തിനും ഒരിക്കലും പരിഹാരമില്ല. ചില പ്രശ്നങ്ങൾ എത്ര തന്നെ പരിഹരിച്ചാലും എന്ത് തന്നെ ചെയ്താലും അതൊരു മാറ്റവും വരാതെ നിലനിൽക്കും. അത്തരം പ്രശ്നങ്ങളെ അങ്ങനെ തന്നെ വിട്ട് അതിൻ്റെ സ്ഥായിയായ സ്ഥിതി അങ്ങനെയാണെന്ന് വിശ്വസിച്ച് മനസ്സിലാക്കുക. യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് ഓവർ ചിന്തകൾ ഒഴിവാക്കി മനസ്സിനും ശരീരത്തിനും ആവശ്യത്തിന് വിശ്രമം നൽകി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. ദൈവം തുണക്കട്ടെ. ബൈ മോട്ടിവേഷൻ മലയാളം.